പി എം ഷോ BJP പ്രതിനിധി വളരെ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. കൃഷ്ണദാസ്, ഡോക്ടർ പി സരിൻ്റെ ഇലക്ഷൻ അഫിഡവിറ്റിൽ പറയാത്ത ഒരു വീട്ടിൽ, ആ വീടിൻ്റെ രേഖയിൽ, ആ വീടിൻ്റെ മേൽവിലാസത്തിൽ എങ്ങനെയാണ് ഈ ഒരു ഇലക്ഷൻ ID കാർഡ് എടുക്കാൻ കഴിയുക എന്നതാണ് ചോദ്യം. നിങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ വോട്ട് പോലും വ്യാജമാണ് എന്ന ഗുരുതര ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവാണ്, ഇപ്പോൾ BJP പ്രതിനിധിയാണ്. ഡോക്ടർ അരുൺ, ഇതിനകത്ത് ഏതൊരു വെല്ലുവിളി ഏറ്റെടുക്കുന്നതിന് വേണ്ടിയും ഞങ്ങൾ തയ്യാറാണ്. നമുക്ക് പൊതുസമൂഹത്തിന് മുൻപിൽ തന്നെ ആ തെരഞ്ഞെടുപ്പ് അഫിഡവിറ്റ് പരിശോധിക്കാം. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് വിശദാംശങ്ങൾ, മറ്റു ഡോക്യുമെൻറ്റ്സ് പരിശോധിക്കാം. അദ്ദേഹത്തിൻ്റെ വോട്ടർ പട്ടികയിൽ ചേർത്തിട്ടുള്ളത് എന്തെല്ലാം ഡോക്യുമെൻറ്റ്സിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് എന്നുള്ളത് പരിശോധിക്കാം. അദ്ദേഹത്തിന് മറ്റേതെങ്കിലും നിയോജക മണ്ഡലത്തിൽ വോട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കാം. ഇതെല്ലാം പരിശോധിക്കുന്നതിന് വേണ്ടി, പൊതുസമൂഹത്തിന് മുൻപിൽ വ്യക്തമാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾക്ക് അതിനകത്ത് ഒരു നിലയ്ക്കുള്ള പ്രയാസമില്ല. അതിനോടൊപ്പം തന്നെ ഞങ്ങൾ കോൺഗ്രസിൻ്റെ പ്രതിനിധിയോടും BJPയോടും ഒരേപോലെ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം, ഒരൊറ്റ മനസ്സായി ഈ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയ്ക്കകത്തുള്ള പേരുകൾ, വിവരങ്ങൾ പരിശോധിച്ചുകൊണ്ട് അതിൽ വ്യാജമായി, ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെട്ടല്ലോ, 100 കണക്കിന് അല്ല 100ന് മുകളിൽ വോട്ടുകൾ തെറ്റായി ചേർത്തിട്ടുണ്ട്, കള്ള വോട്ടുകളുണ്ട് എന്ന് റിപ്പോർട്ടറിന് ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ. കോൺഗ്രസും BJPയും നമുക്ക് ഒരുമിച്ച് പരിശോധിക്കാം. എന്നിട്ട് തെറ്റായി ആഡ് ചെയ്തിട്ടുള്ള കള്ള വോട്ടുകൾ ഏതെല്ലാം ഉണ്ട് എന്ന് വളരെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത് അങ്ങനെ തെറ്റായി ചേർത്ത ഒരു വോട്ട് പോലും ഈ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്യേണ്ടതില്ല, പോൾ ചെയ്യാൻ അനുവദിക്കില്ല എന്നുള്ള തീരുമാനം നമുക്ക് എടുക്കാന്നേ. അതിനുള്ള ഇച്ഛാശക്തി എന്താ കോൺഗ്രസും BJPയും കാണിക്കാത്തത്? ഇന്ന് തന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കണ്ടല്ലോ, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി വളരെ കൃത്യമായി പറഞ്ഞു, തെറ്റായി കള്ള വോട്ട് ചേർത്തിട്ടുള്ള ഒരു കള്ള വോട്ടും ചെയ്യാൻ അനുവദിക്കില്ല, അതിനെല്ലാം അറ്റം വരെയും നിയമപരമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് പറഞ്ഞപ്പോൾ, അത് പറഞ്ഞ പാർട്ടി ജില്ലാ സെക്രട്ടറിക്കെതിരായിട്ടാണ് VD സതീശൻ, പ്രതിപക്ഷ നേതാവിൻ്റെ സ്റ്റേറ്റ്മെന്റ്. അദ്ദേഹം പറയുന്നത് ഈ പറഞ്ഞ പോലെ അങ്ങനെ ഇടതുപക്ഷത്തെ കൊണ്ട് അത് തടയാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന, കള്ളവോട്ടൊക്കെ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സുരക്ഷ ഒരുക്കി കൊടുക്കുമെന്നുള്ളതാ എന്താ പറയുക പ്രതിപക്ഷ നേതാവ് പറയാതെ പറഞ്ഞു വെക്കുന്നത്. നമുക്ക് ഒരുമിച്ച് കള്ളവോട്ടുകളൊന്നും ചെയ്യണ്ട എന്നുള്ള തീരുമാനം എടുക്കാന്നേ. ഇനി കള്ളവോട്ട് ഇവിടെ ചേർക്കപ്പെട്ടിട്ടുണ്ട്, വ്യാജ ID കാർഡ് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്, വ്യാജ ID കാർഡ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വോട്ട് ചേർക്കുന്ന നിലയുണ്ടായിട്ടുണ്ട് എന്ന് തെളിവുകൾ സഹിതം പുറത്തേക്ക് വരുമ്പോൾ കോൺഗ്രസ് അയ്യോ ഞങ്ങളല്ല അല്ലെ നിങ്ങളെ മാത്രമല്ല പറയണത്, ഈ വ്യാജ ID കാർഡ് എന്ന് കേൾക്കുമ്പോൾ, വ്യാജ തിരിച്ചറിയൽ കാർഡ് എന്ന് കേൾക്കുമ്പോൾ, കള്ള വോട്ട് എന്ന് കേൾക്കുമ്പോൾ കോൺഗ്രസ് കരുതുന്നത് അവർ മാത്രമാണെന്നുള്ള, അവർ മാത്രമല്ല BJP ഉൾപ്പെടെ ഇതിനകത്ത് കള്ള വോട്ടുകൾ ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഇനി കണ്ണാടി പഞ്ചായത്ത്, കൊടുമ്പ് പഞ്ചായത്ത് എടുത്തുകൊണ്ട് ഈ കണ്ണാടിയിലും കൊടുമ്പിലൊക്കെ കോൺഗ്രസ്സുകാരും ഉണ്ട് ചില്ലറ. ഈ പറഞ്ഞ ആളുകൾ ഇല്ലാത്ത, BJPക്കാരില്ലാത്ത ഇടങ്ങളൊന്നുമല്ല. ഈ പറഞ്ഞ ഇടങ്ങളിൽ ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ട്, ഞങ്ങൾക്ക് കൂടുതൽ ജനകീയ പിന്തുണ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഇനി അവിടെ മാത്രമാണോ? അല്ല, നമുക്ക് പരിശോധിക്കാം. പാലക്കാട് മുനിസിപ്പാലിറ്റി കേന്ദ്രീകരിച്ചുകൊണ്ട്, മാത്തൂർ പഞ്ചായത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട്, പിരായിൽ പഞ്ചായത്ത് കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെ വിപുലമായി ഇവർ കള്ളവോട്ട് ചേർത്തിട്ടുണ്ട്. ഇനി ഇവരുടെ കള്ളവോട്ട് അല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നമുക്ക് ഒരുമിച്ച് നിന്ന് തീരുമാനമെടുക്കാം. അത് പറയാനുള്ള ആർജവങ്ങൾ കാണിക്കും. ഒരൊറ്റ കള്ളവോട്ടും ഒരൊറ്റ തെറ്റായി ചേർക്കപ്പെട്ട വോട്ടും ഈ തെരഞ്ഞെടുപ്പിനകത്ത് പോൾ ചെയ്യപ്പെടേണ്ടതില്ല. അതിനെ തടയാൻ ഞങ്ങളും ഉണ്ടാകും എന്ന നിലപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി ഇവിടെ കോൺഗ്രസും BJPയും തയ്യാറാണോ എന്ന വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് ഇടതുപക്ഷം കൂടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ചെയ്യാൻ വേണ്ടി പാടില്ല. ഇത് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ആകെ അട്ടിമറിച്ചുകൊണ്ട് ഇവിടുത്തെ ജനഹിതം എന്താണോ അതിനെ ഒറ്റുകൊടുക്കാൻ, അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഈ കൂട്ടർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് പാലക്കാട്ടെ ജനത കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെതിരായിട്ടുള്ള നിലപാടായിരിക്കും പാലക്കാട്ടെ ജനത സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ പുറകേട്ട് പോകുമ്പോൾ, ഞങ്ങളിത് ആദ്യമല്ലല്ലോ, ഞങ്ങളിതിന്റെ തുടക്കം തൊട്ടേ പറയുന്നില്ലേ, ചില വ്യാജ തെരഞ്ഞെടുപ്പ് ID കാർഡ് നിർമ്മാതാക്കൾ പാലക്കാട് കേന്ദ്രീകരിക്കാൻ തുടങ്ങിയ ഘട്ടത്തിലെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇവരുടെ ഉദ്ദേശം ഇതൊന്നല്ല. നിങ്ങൾ ഒന്നുകൂടെ പരിശോധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ രജനീകാന്തിന് വോട്ടുണ്ടാകും, ചിലപ്പോൾ അജിത്തിന് വോട്ടുണ്ടാകും, അമിതാഭ് ബച്ചന് വോട്ടുണ്ടാകും. അതിനൊക്കെ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള, അതിലൊക്കെ നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളെ ഇവരിവിടെ ക്യാമ്പ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെന്ന് ഈ കൂട്ടരുടെ അടുത്ത് നിന്ന് ഇതിലും വലുത് പ്രതീക്ഷിക്കാം. പക്ഷെ ഇതിനെയൊക്കെ തിരിച്ചറിയുന്ന ആളുകളാണ്, ഒരു നിലയ്ക്കും ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ അനുവദിക്കാത്ത ആളുകളാണ് പാലക്കാട്ടെ ജനത എന്ന ശുഭാപ്തി വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വസ്തുതകൾ മുഴുവൻ നിരന്തരം പൊതുസമൂഹത്തോട് ഞങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഭയക്കാനുണ്ടെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഞങ്ങൾ പരാതി കൊടുക്കുമോ? ഈ ഘട്ടത്തിൽ ഞങ്ങൾ ഇതിനകത്ത് ഓരോ വോട്ടറെ പരിശോധിച്ചും ക്രമനമ്പർ ഉൾപ്പെടെ എടുത്ത് വളരെ കൃത്യമായ ഡാറ്റ തയ്യാറാക്കി പൊതുസമൂഹത്തിന് മുൻപിലേക്കും ഞങ്ങൾ വിടും. തെരഞ്ഞെടുപ്പ്
അധികാരികൾക്ക് മുൻപിലേക്കും ഞങ്ങൾ വിടും. നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ കള്ളക്കളി കളിച്ചിട്ടുള്ള ആളുകളൊക്കെ അതിന് BLOമാരുണ്ടാകും. ഈ പറഞ്ഞ പോലെ ഇവരുടെ കോൺഗ്രസിന്റെ BJPയുടെ നേതാക്കന്മാരുണ്ടാകും. ഇതിൽ അറിവോടുകൂടി കള്ളവോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങളുടെ പേര് കള്ളമായി ഇതിൽ ചേർക്കാൻ അനുവാദം കൊടുത്ത വ്യാജ അഫിഡവിറ്റ് ഉൾപ്പെടെ തയ്യാറാക്കിയിട്ടുള്ള ആളുകൾ BJP പ്രതിനിധി ചോദിച്ചൊരു ചോദ്യമുണ്ടല്ലോ. ഈ പഞ്ചായത്തുകൾ, പ്രത്യേകിച്ച് ഇന്നിപ്പോൾ ചർച്ചയിൽ വന്നിരിക്കുന്ന കുടുംബ പഞ്ചായത്താണെങ്കിലും ശരി, മലമ്പുഴ മണ്ഡലമാണെങ്കിലും ശരി, അതെല്ലാം ഇടതിന് വലിയ സ്വാധീനമുള്ള മേഖലകളല്ലേ? ആ BJP തന്നെ ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ തന്നെയുള്ള ബൂത്ത് ലെവൽ ഓഫീസർമാർ, CPM തന്നെ ഭരിക്കുന്ന പഞ്ചായത്തിൽ നിന്ന് ബൂത്ത് ലെവൽ ഓഫീസർമാർ ഇങ്ങനെ വോട്ടർമാരെ മറ്റു മണ്ഡലത്തിലേക്ക് മാറ്റിയപ്പോൾ അത് CPM അറിയാതെ പോയോ എന്നൊരു ചോദ്യമുണ്ട്. CPMന് വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് മലമ്പുഴ. അല്ല, ഇതിനകത്ത് നമ്മൾ ഇന്നിപ്പോൾ നിങ്ങൾക്ക് തന്നെ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ വെച്ച് അവസാന ദിവസങ്ങളിലാണ് വളരെ വലിയ മാർജിനിൽ പലയിടങ്ങളിലും വ്യാജ വോട്ടുകൾ ചേർക്കപ്പെടുന്ന നില ഉണ്ടായിട്ടുള്ളത്. അതിനകത്ത് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് ചില BLOമാരുൾപ്പെടെ കോൺഗ്രസുമായും BJPയുമായും സഹകരിച്ച് കള്ളത്തരം കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നേതൃത്വവും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതിനെ സ്ഥാപിക്കുന്ന നിലയിലേക്കുള്ള വിവരങ്ങളാണല്ലോ ഈ മണിക്കൂറുകളിലൊക്കെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത ദിവസം ഞങ്ങൾ വീണ്ടും വെല്ലുവിളിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ റിപ്പോർട്ടർ ഉൾപ്പെടെ പുറത്തു വിട്ടിട്ടുള്ള ഈ പേരുകളുണ്ടല്ലോ, നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള പേരുകളുണ്ടല്ലോ, ആ ആളുകളുടെ രാഷ്ട്രീയ പശ്ചാത്തലം ഉൾപ്പെടെ നമുക്ക് പരിശോധിക്കാന്നേ. വരുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ വലിയ ലിസ്റ്റ്, ഞങ്ങൾ നേരത്തെ പറഞ്ഞ 2700 ഉണ്ടല്ലോ, അത് വെറും ഒരു എണ്ണല്ല, 2700 കള്ളവോട്ടുകൾ ഏതൊക്കെ എന്നുള്ളത് എണ്ണി പൊതുസമൂഹത്തിന് മുൻപിലേക്ക് വെക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളത് വെക്കുകയും ചെയ്യും. തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് മുൻപ് തന്നെ അത് വെക്കുന്നതിനോടൊപ്പം തന്നെ ഇതിൽ കള്ളത്തരം കാണിച്ചിട്ടുള്ള BLOമാർ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ അതിശക്തമായിട്ടുള്ള നിയമ നടപടി ഇതൊരിടത്തും ആവർത്തിക്കാൻ പാടില്ലാത്ത നിലയിലേക്കുള്ള നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അതിന് ഏതറ്റം വരെയും ഞങ്ങൾ പോകും. ഒരു കള്ളവോട്ടും പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഇത്തവണ ഞാൻ മടങ്ങി വരാം. മറുപടി ജിൻഡോ പറയട്ടെ. ഈ കൃഷ്ണദാസ്, താങ്കൾ Debate with Dr. Arun Kumar.